കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. ഈ മാസം 30-ന് അവസാനിക്കുന്ന രജിസ്ട്രേഷനിൽ സംസ്ഥാനത്ത് പകുതിയോളം കർഷകരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. വളം വിൽക്കുന്ന കടകളിൽ നിന്ന് 1 കിലോ യൂറിയ വാങ്ങണമെങ്കിൽ പോലും അഗ്രിസ്റ്റാക്ക് തിരിച്ചറിയൽ കാർഡ് വേണ്ടിവരും. കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, കോമൺ സർവീസ് സെന്റർ എന്നിവ വഴിയോ ചെയ്യാൻ അവസരം നൽകി. സംസ്ഥാനത്ത് ഇതുവരെ 22,51,606 പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഇതിൽ 12,44,811 പേർക്കാണ് അംഗീകാരം ലഭിച്ചത്. സ്വന്തമായി ഭൂമിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 21 കർഷക ID ലഭിക്കും. ഇതു ലഭിച്ചാലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. കൃഷിക്കാരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ ID നമ്പറിൽ ഉണ്ടാകും. ഡിജിറ്റൽ ക്രോപ്പ് സർവേ വിവരങ്ങളും റവന്യൂ വകുപ്പിലെ ഭൂരേഖ വിവരങ്ങളും ഒത്തുനോക്കിയാണ് കർഷകരുടെ വിവരം തയ്യാറാക്കുന്നത്. അതുകൊണ്ടുതന്നെ വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള പരിശോധന പൂർത്തിയായാലേ അംഗീകാരമാകൂ. വില്ലേജ് ഓഫീസിലെ കണക്കുകളും കർഷകർ നൽകിയ കണക്കുകളും വ്യത്യസ്തമാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് ലഭിക്കില്ല. നിലവിൽ 1,22,115 പേരുടെ രജിസ്ട്രേഷൻ വില്ലേജ് ഓഫീസുകളിൽ അംഗീകാരത്തിനായി കാത്തിരിപ്പുണ്ട്. ഭൂമിയുടെ അളവ്, കൃഷി, വിളവ്, വളം, കീടനാശിനി, വിപണിയിൽ ലഭിക്കുന്ന വില, നിലവിൽ ലഭിക്കുന്ന സർക്കാർ സഹായങ്ങൾ എന്നിവയെല്ലാം രജിസ്ട്രിയിൽ ഉണ്ടാകും. തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് PM കിസാൻ ഗുണഭോക്തൃ വിഹിതമായ 6,000 രൂപ ലഭിക്കണമെങ്കിൽ ഈ കാർഡ് വേണം.